ഹലോ, ഭയങ്കര ബിസി ആണല്ലോ. ത്രൂ ഔട്ട് ഇതുപോലെ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണോ? തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഓഫ് കോഴ്സ് നമ്മളുടെ കണ്ണുകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ്. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കണ്ണുകൾക്ക് വേണ്ടി ചെയ്യാറുള്ളതും എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ വർക്ക് അറ്റ് ഹോമിന്റെയും തിരക്കിലുള്ള ആ ഒരു ഇതാണ്. ഇപ്പോൾ വർക്ക് അറ്റ് ഹോം അല്ലെങ്കിൽ കൂടിയും ഓഫീസുകളിൽ ഇപ്പം ഭൂരിഭാഗം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പും അതുപോലെ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. വർക്കുകൾ ഒരു 99% ആൾക്കാരും യൂസ് ചെയ്യുന്നത് ആ ഒരു മോഡലിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ എന്താ ഇതുപോലെ തന്നെ ഓരോ ബിസികളിലാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിലും പബ്ജി പോലുള്ള ഗെയിംസുകളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ വർക്കുകളും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം വേണ്ടേ നമ്മളുടെ കണ്ണുകൾക്ക്? നമ്മളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ വിളക്ക് എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ഒരു കണ്ണുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമോ? ഈ കണ്ണുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വ്യർത്ഥമാണെന്ന് തോന്നിപ്പോകും, അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള, കരുതൽ ആവശ്യമുള്ള ഒരു അവയവമാണ് നമ്മളുടെ ഈ കണ്ണുകൾ. നമ്മളുടെ നക്ഷത്രമാകുന്ന ഈ കണ്ണുകൾക്കാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളത്. മൊബൈല്, ലാപ്ടോപ്പ്, സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊന്നും നമുക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ പോകാൻ വേണം. എന്നാൽ നമ്മളുടെ കണ്ണുകൾക്ക് സംരക്ഷണം ആവശ്യമാണ്. കണ്ണുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തല തണുക്കി കുളിക്കുക എന്ന് പറയില്ല. ചൂടുവെള്ളത്തിലൊന്നുമല്ല, നല്ല തല നന്നായിട്ട് തണുക്കുന്ന രീതിയിൽ കുളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയ ബ്രൊക്കോളി, ക്യാരറ്റ് അങ്ങനത്തെ ആഹാരം, മുരിങ്ങപ്പൂവ്, മുരിങ്ങയുടെ എന്താ പറയുക, മുരിങ്ങയുടെ ഇല, ഇതൊക്കെ നന്നായിട്ട് ധാരാളമായിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക. അങ്ങനെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതൊക്കെ നമ്മളുടെ കണ്ണിന് വളരെ നല്ലതാണ്. മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സമയപരിധി വെക്കുക. ഒരു ഹാഫ് ആൻ അവർ ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ കണ്ണ് ഈ ഒരു രീതിയിൽ റൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജസ്റ്റ് ഒരു എക്സസൈസ് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എക്സസൈസ് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലോട്ട് താഴോട്ട് സൈഡിലോട്ടൊക്കെ നമ്മൾ എക്സസൈസ് കൊടുക്കുക. അതുപോലെ മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് വരില്ലേ, ആ എഴുന്നേറ്റ് വരുന്ന പാടി നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കുക. അപ്പം നമ്മുടെ കൈയുടെ ഈ അകഭാഗം ഇങ്ങനെ ചൂടാണെങ്കിൽ ഫീൽ ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ചെറിയ ചൂടോടുകൂടി നമ്മൾ കണ്ണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ഈർപ്പം നമ്മുടെ ഇതിൽ ബാലൻസ് ചെയ്തിട്ട് കണ്ണ് നല്ല ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാതെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മളുടെ കണ്ണുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് കണ്ടിട്ട് വരാം. ലോകാരോഗ്യ സംഘടന നിർദ്ദേശങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ ചില അമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്ത് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ കിച്ചണിലെ പണികൾ ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർ 2-3 മണിക്കൂറൊക്കെ കുട്ടികൾ ത്രൂ ഔട്ട്, മീൻസ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, അവരിങ്ങനെ കാണാം. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ അലോ ചെയ്യരുത്. അതിൽ കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ ഇരിക്കാനായിട്ട് സമ്മതിക്കുകയും ചെയ്യരുത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്മാർട്ട് ഫോൺ കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയത്ത് നമ്മൾ മുറിയിലുള്ള ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്ക്രീന് ഇരുട്ടിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിലും നമ്മൾ ഒരിക്കലും സിസ്റ്റമോ ലാപ്ടോപ്പോ ടാബോ എന്തോ ആവട്ടെ, മൊബൈൽ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ചുറ്റുമുള്ള ലൈറ്റ് ക്രമീകരിക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലെ ആ നീല വെളിച്ചം ഒന്ന് ബ്രൈറ്റ്നസ് ഒരുപാട് അങ്ങോട്ട് കൂട്ടിയിടാതെ
ഒരു നോർമലിൽ നമ്മളിടുക. അത് ഒത്തിരി ലൈറ്റ് ഇടരുത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താവട്ടെ, ഗെയിം കളിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ഓൺലൈൻ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണ് ചിമ്മാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് കണ്ണിൽ ഡ്രൈനെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിറ്റിൽ 16 തവണയെങ്കിലും കണ്ണ് ചിമ്മണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. 20 മിനിറ്റ് ഇടവേളയിൽ നമ്മൾ കണ്ണ് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കണ്ണുകൾക്ക് ടയർഡ്നെസ് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ണുകൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകാനായിട്ടും ശ്രദ്ധിക്കുക. കണ്ണുകൾക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് നമ്മുടെ കണ്ണുകൾക്ക് ടയർഡ്നെസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ്സോ ഇനി മറ്റെന്തെങ്കിലും കണ്ണിൽ വെള്ളം വരുമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാനായിട്ട് മടിക്കരുത്. ഡോക്ടർ തരുന്ന ഐ ഡ്രോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ കണ്ണുകളെ ആർദ്രമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അണുബാധയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നോ വേഗത്തിൽ മുക്തി നേടാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും കണ്ണുകളിൽ എന്തെങ്കിലും നമുക്കൊരു അസ്വാഭാവികത തോന്നിയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടത് അത്യാവശ്യം. അതുപോലെ തന്നെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഓൾറെഡി ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, ലൈക്ക് കണ്ണുകൾക്ക് കാഴ്ചക്കുറവോ മറ്റെന്തെങ്കിലും കണ്ണുകൾക്ക് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് കണ്ണൊന്ന് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം വേണം നമ്മൾ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ത്രൂ ഔട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ലെൻസും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ആദ്യമായിട്ട് നമ്മൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പകൽ മുഴുവൻ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് കണ്ട് കുട്ടികൾ ആ ഒരു ടയർനെസ്സിൽ ഇരുന്നിട്ട് പിന്നെ അവർക്ക് റിലീഫിന് വേണ്ടിയിട്ട് അവർ ഗെയിം കളിക്കാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാണാനും ഏറ്റവും സ്മാർട്ട് ഫോണോ ടാബോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മളത് സമ്മതിച്ചു കൊടുക്കരുത്. കാരണം ഈ അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് രാത്രിയിൽ വീണ്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചക്കുറവിനും മറ്റു ഒരുപാട് പ്രശ്നങ്ങൾക്കും അത് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ സ്ക്രീനിൽ, സ്മാർട്ട് ഫോണിൽ തന്നെയാണ് ചെറിയ സ്ക്രീനാണ്, അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നോക്കിയിരിക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ കൂട്ടാനുള്ള കാരണമാകും. അതുകൊണ്ട് തന്നെ വലിയ സ്ക്രീനിൽ ഇട്ടിട്ട് വേണം ഹൊറിസോണ്ടൽ ആ രീതിയിൽ നമ്മളുടെ മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ടി വിയോ ലാപ്ടോപ്പോ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ തന്നെ വലിയ ഫോണിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലെവൽ ഇട്ടിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ടാബുകളോ അല്ലെങ്കിൽ ഫോണോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കാനുള്ള സ്റ്റാൻഡിലോ മറ്റോ വെച്ച് കണ്ണുകളുടെ നേരെ വെച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാൻഡിൽ വെച്ച് തന്നെ കാണുക. എളുപ്പത്തിൽ നമ്മൾ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ടോ കുട്ടികളാണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ആ രീതികൾ ഒരിക്കലും യൂസ് ചെയ്യാനോ ചൂസ് ചെയ്യാനോ ആയിട്ടോ കുട്ടികളെ സമ്മതിക്കരുത്. തീർച്ചയായിട്ടും അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ വെച്ച് മാത്രം കുട്ടികളെ കൊണ്ട് ഫോൺ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ സെറ്റിങ്സിൽ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി കണ്ണുകളുടെ ആരോഗ്യത്തിന് മറ്റെന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ബീറ്റാ കരോട്ടിൻ, ലൂട്ടീൻ, സിക്സാന്തിൻ എന്നീ ധാതുക്കൾ അടങ്ങിയ ക്യാരറ്റ്, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ നമ്മൾ നിത്യേന നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയ ചെറിയ മീനുകളൊക്കെ നമ്മളുടെ നേത്രത്തിൻ്റെ സംരക്ഷണത്തിന് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിതമായ വെയിറ്റ് ഒരുപാട് കൂടുന്ന ആൾക്കാർ എന്താ പറയുക, കാഴ്ചശക്തി പെട്ടെന്ന് പോകാനുള്ളൊരു കാര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവരും BP പേഷ്യൻസും ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കാഴ്ച മങ്ങലിനും മറ്റ് കണ്ണുകൾ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കും, നേരെ വന്ന് ടേബിളിലിരിക്കും. അപ്പോൾ നമുക്ക് വയറ് ചാടും വണ്ണം കൂടും. നമ്മൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് മടിയന്മാരും മടിച്ചുകളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഒപ്പം നമ്മളുടെ കണ്ണുകൾക്കും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തി ശുചിത്വം എന്നുള്ളത്. കൈകളും മുഖവും ഇടയ്ക്കിടെ നമ്മൾ കഴുകേണ്ടത് അത്യാവശ്യമാണ്. എസ്പെഷ്യലി നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ വൃത്തിഹീനമായ കൈകൾ കൊണ്ട് നമ്മൾ ഈ കണ്ണുകൾ തിരുമുന്നത് കണ്ണുകൾ അലർജിക്കും കൺകുരു പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂക്കിലും വായിലൊക്കെ കൈയിട്ടിട്ട് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കണ്ണ് തിരുമാനൊക്കെ അലോ ചെയ്യാണ്ടിരിക്കുക. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമ്മൾ ലേഡീസ് ആണല്ലോ ഏറ്റവും കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുക. എസ്പെഷ്യലി നമുക്കിപ്പം കൊറോണ കാലമായതുകൊണ്ട് കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടാനായിട്ട് മറന്നാലും നമ്മളിപ്പോൾ കണ്ണുകൾ നല്ല വൃത്തിയിൽ എഴുതാനും കണ്ണ്
എങ്ങനെയൊക്കെ നമുക്ക് സുന്ദരമാക്കാം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണുകളിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് 6 മാസത്തിലൊരിക്കൽ മാറ്റുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് മറ്റു പലരായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റം അങ്ങ് മാറ്റുക. സ്പെഷ്യലായിട്ട് മാറ്റി നമ്മളുടേതായ രീതിയിൽ വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ നമ്മളുടെ കൺപീലികളെയും കൺപോളകളെയും കണ്ണിനെയൊക്കെ ബാധിക്കും. നമ്മളെ കണ്ണിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണമാകും. അതുപോലെ തന്നെ ഏറ്റവും ഇന്നത്തെ ന്യൂ ജൻ ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്ന് വെച്ചാലാണ് ഒന്നാണ് ഉറക്കക്കുറവ്. നമ്മൾ പ്രധാനമായിട്ടും 6 മുതൽ 8 മണിക്കൂർ വരെ തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റ് കൊടുക്കണം. നമ്മൾ മാത്രമല്ല, മനുഷ്യന്മാർ മാത്രമല്ല, മൃഗങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് നൈറ്റ്. നമ്മൾ മൃഗങ്ങളെ കണ്ടുപിടിക്കുക. ഒരു പകലെല്ലാം ഓരോ കാര്യങ്ങൾ എന്താ പറയുക, കുത്തിപ്പറക്കാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും എല്ലാ കാര്യത്തിനും അവിടെ ഇവിടെ തൊടിയിലൊക്കെ നടക്കും. പക്ഷേ സന്ധ്യ മയങ്ങുന്ന ഒരു കാര്യം ഉണ്ടെന്നല്ല അവർ കൂടണയും റെസ്റ്റ് എടുക്കും. അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം നേരെ തിരിച്ചാണ്. എത്ര സമയം നമുക്ക് പാതിരാത്രി നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റുമോ അത്ര സമയം ഉണർന്നിരിക്കും. 8 മണി 10 മണി വരെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുവാണെങ്കിൽ ആ സമയം വരെ കിടന്നുറങ്ങും. ആ ഒരു രീതിയൊക്കെ നമ്മൾ മാറ്റുക. അപ്പോൾ നല്ലപോലെ ശ്രദ്ധയോടെ നല്ലോണം പരിരക്ഷിച്ചാൽ മാത്രമേ നമ്മളുടെ കണ്ണുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പുകവലി ശീലമുള്ള ആൾക്കാരാണോ നിങ്ങൾ, തീർച്ചയായിട്ടും പുകവലി ഇപ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റിക്കൊള്ളുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പുകവലി എത്രയും വേഗം നിങ്ങളുടെ കണ്ണുകളെ ബാധിക്കാനായിട്ടും നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി ഇല്ലാതാക്കാനുള്ള കാരണമായും മാറും. ഇനി മറ്റൊന്നാണ് നമ്മളുടെ കണ്ണുകളെ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സൺഗ്ലാസ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ധരിക്കുക എന്നുള്ളതാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ കണ്ണുകൾക്ക് ആഘാതം ഏൽക്കുന്നത് കുറയ്ക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് നമ്മളുടെ സൺഗ്ലാസ്. അപ്പോൾ അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ചില ആൾക്കാർ ത്രൂ ഔട്ട് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ നേത്രരോഗ വിദഗ്ധനെ സമീപിച്ച് എന്തായാലും നമ്മൾ അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷനൊക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ലെൻസ് ആണെന്നുണ്ടെങ്കിലും അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതാണെന്നും ഉറപ്പുവരുത്താനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നേത്രരോഗ വിദഗ്ധനെ കാണാനായിട്ടും ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ കണ്ണുകൾക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ തീർച്ചയായിട്ടും 2 വർഷത്തിലൊരിക്കൽ എന്തായാലും ഒരു നേത്രരോഗ വിദഗ്ധനെ സന്ദർശിച്ച് കണ്ണിൻ്റെ പരിശോധന നടത്തണം. നമുക്കറിയില്ല നമുക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ രോഗാവസ്ഥയിലൂടെയാണ് പ്രസന്റ് സിറ്റുവേഷനിൽ കടന്നു പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും 2 വർഷത്തിലൊരിക്കൽ നമ്മൾ ഒന്ന് ഐ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യം. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസേന വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഗ്ലൂക്കോമയുള്ളവരിൽ കണ്ണിലേക്ക് എത്തുന്ന സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഗ്ലൂക്കോമയുടെ മരുന്നുകളുടെ ആ ഉപയോഗം കൂടുതലായി ഉപയോഗം കുറയ്ക്കാനായിട്ടും ഈ ഒരു റെമഡി മീൻസ് നമ്മളുടെ എക്സസൈസ്, അതായത് ഒരു 30 മിനിറ്റ് നടക്കുകയോ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുകയോ ചെയ്യുന്നത് ഈ ഒരു നമ്മളുടെ കണ്ണുകളുടെ സംരക്ഷണത്തിന് ഉപകരിക്കുന്ന മറ്റൊരു സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ത്രൂ ഔട്ട് ആയിട്ട് ഇതുപോലെ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്ലെയർ ഫിൽറ്ററിംഗ് ഉള്ള ബ്ലൂ റേ കട്ട് ഫിൽറ്ററിംഗ് ലെൻസ് എന്ന് പറയും. അത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് പരിശോധിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള 1-2 ഹോം റെമഡീസ് പറഞ്ഞുതരാം. കണ്ണുകൾക്ക് നല്ല റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ സ്പൂൺ, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, സ്റ്റീലിൻ്റെ സ്പൂൺ എടുക്കുക. സ്റ്റീലിൻ്റെ സ്പൂൺ നമ്മൾ ഫ്രിഡ്ജിൽ, സ്റ്റീലോ ഗ്ലാസോ എന്തോ ആട്ടെ നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മളുടെ കണ്ണുകൾക്ക് 2 സൈഡിലും വെച്ച് കൊടുക്കാം. നല്ല പോലെ കണ്ണുകൾ റിലാക്സ് ആവാനായിട്ടും ഫ്രഷ് ആവാനായിട്ടും ഈ ഒരു മെത്തേഡ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ നമ്മൾ തിളപ്പിച്ച് അരിച്ചെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു വാട്ടർ നമ്മൾ കുറച്ച് കോട്ടണിൽ മുക്കിയിട്ട് നമ്മുടെ കണ്ണുകളുടെ 2 കണ്ണിലും വെച്ച് കൊടുക്കുക. അതും കണ്ണുകളിൽ കറുപ്പ് പാടുകളൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ കണ്ണുകൾ നന്നായിട്ട് റിലാക്സ് ആവാനായിട്ടും ഈ ഒരു റെമഡി സഹായിക്കും. ഇനി നെക്സ്റ്റ് റെമഡി എന്ന് വെച്ചാൽ കുക്കുംബറാണ്. കുക്കുംബർ അതുപോലെ തന്നെ പൊട്ടാറ്റോ അരിഞ്ഞ് ഇതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മളുടെ കണ്ണുകളിൽ അത് വെച്ച് കൊടുക്കുക. അതും നമ്മളുടെ കണ്ണുകൾക്ക് വളരെയധികം റിലാക്സ് തരുന്നൊരു റെമഡിയാണ്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് 2 കണ്ണിലും ഓരോ ഡ്രോപ്പ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതും നല്ലതാണ്. ഇന്നത്തെ
വീഡിയോ വളരെ ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടണും ഓൾ എന്ന ഓപ്ഷനും അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.